മുതലമട പറമ്പിക്കുളം തേക്കടി നിവാസികളുടെ യാത്രാ ദുരിതത്തിന് ആശ്വാസമായി നിയുക്ത എംഎൽഎ കെ പ്രേമന്റെ ഇടപെടൽ. തീരുമാനമെടുക്കാം. ഇപ്പോൾ നിങ്ങളൊരു റിക്വസ്റ്റ് എംഎൽഎ എന്നുള്ള നിലയ്ക്ക് തന്നാൽ അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് വേണ്ട വ്യക്തി സഹായിക്കാം. അതുവരെ ഇപ്പോൾ നോർമലായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു അനുമതി സാർ തന്നിട്ടുണ്ട്. മനസ്സിലായ? ഈ തമിഴ് എനിക്ക് പറഞ്ഞ് പെട്ടെന്ന് അറിയാത്തതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. മനസ്സിലായില്ലേ എല്ലാവർക്കും? അപ്പോൾ അതുവരെ ഇപ്പോൾ നോർമലി ഇപ്പോൾ പോകുന്നവരെ പോവും, ഒരു കുഴപ്പമില്ല. ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ എംഎൽഎ എന്നുള്ള നിലയ്ക്ക് ഞാൻ സാറിനും സർക്കാരിനും കത്ത് കൊടുക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് നാളെ തന്നെ സാറിന് കത്ത് കൊടുക്കും. ഓക്കെ? അപ്പോൾ അത് മെമ്പർ എന്നുള്ള നിലയ്ക്ക് അത് മേടിച്ചിട്ട് വന്നിട്ട് സാറിൻ്റെ കൊടുക്കണം. ഓക്കെ മണി? അപ്പോൾ താങ്ക് യു സാർ, ரொம்ப നന്ദി. ഓക്കെ பார்க்கலாம். ഓക്കെ ഓക്കെ. മുതലമടയിലെ വനമേഖലയായ തേക്കടിയിലേക്കുള്ള പ്രദേശവാസികളുടെ യാത്രയ്ക്ക് തമിഴ്നാട് ഫോറസ്റ്റ് വകുപ്പ് പെർമിറ്റ് നിർബന്ധമാക്കുകയും വാഹനങ്ങൾ തടയുകയും ചെയ്ത സാഹചര്യത്തിൽ നിയുക്ത എംഎൽഎ കെ പ്രേമന്റെ നേതൃത്വത്തിൽ ആനമല ഫോറസ്റ്റ് ഓഫീസറുമായി ചർച്ച നടത്തി. 200 കുടുംബങ്ങളും 1000-ഓളം ജനങ്ങളുമുള്ള പട്ടികവർഗക്കാർ ധാരാളം അധിവസിക്കുന്ന മേഖലയിൽ അങ്ങോട്ട് പോകണമെങ്കിലും വരണമെങ്കിലും തമിഴ്നാട് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്നു വേണം പോകാൻ. അതുകൊണ്ട് തന്നെ ആ വഴിയിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ ജീപ്പുകൾക്ക് ഒരു വർഷം ഒരു വലിയ തുക പെർമിറ്റ് ഫീസ് എന്നുള്ള നിലയിലേക്ക് ഈടാക്കിക്കൊണ്ടാണ് സഞ്ചരിക്കാറുള്ളത്. വളരെ പാവപ്പെട്ട ആദിവാസികൾക്ക് വളരെ പരിതാപകരമായ ജീവിത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഭാരിച്ച തുക അടയ്ക്കാൻ കഴിയില്ല എന്ന സാഹചര്യം വന്നപ്പോൾ തമിഴ്നാട്ടിലെ ഫോറസ്റ്റ് അധികൃതർ അവരെ കടത്തിവിടാത്ത സാഹചര്യം ഉണ്ടാവുകയും ആ വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഇടപെട്ട് അത് പരിഹരിക്കാൻ കഴിഞ്ഞു എന്നത് നിയുക്ത എംഎൽഎ എന്നുള്ള നിലയിലേക്ക് വളരെ ആത്മാഭിമാനപരമായ ഒരു കാര്യമായി കാണുകയാണ്. ആ വിഷയം അറിഞ്ഞ ഉടൻ തന്നെ മുതലമട പഞ്ചായത്തിലെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഞാനും അവിടെ എത്തുകയും അവിടെ ആനമല ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചുകൊണ്ട് അവർക്ക് ഈ ഫീസ് ചുമത്തുന്ന ഏർപ്പാട് നിർത്തണമെന്നും അവരുടെ ജന്മസ്ഥലത്തേക്ക് പോവാൻ, അത് ഇന്ത്യ രാജ്യത്ത് തന്നെ അവരുടെ ജന്മസ്ഥലത്തേക്ക് പോവാൻ ഇത്രയും ഭാരിച്ച പെർമിറ്റ് തുക ചുമത്തുന്നത് ഖേദകരമാണ്, അത് ആവർത്തിക്കപ്പെടാൻ പാടില്ല എന്ന നിർദ്ദേശം വയ്ക്കുകയും അത് ഫോറസ്റ്റ് അധികൃതർ അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ഇപ്പോൾ അവിടെ അവസാനിച്ചിരിക്കുകയാണ്. ചർച്ചയിൽ പ്രശ്നത്തിന് പരിഹാരം കാണുകയും നിലവിലുള്ള രീതിയിൽ യാത്ര തുടരാമെന്നും മറ്റു തടസ്സങ്ങൾ ഉണ്ടാകില്ലെന്നും അധികൃതർ ഉറപ്പു നൽകുകയും ചെയ്തു. ചർച്ചയിൽ മുതലമട പഞ്ചായത്ത് പ്രസിഡന്റ് കെ തിരുചന്ദ്രൻ, CPM മുതലമട ലോക്കൽ സെക്രട്ടറി കെ ബ്രിജേഷ്, മുതലമട വാർഡ് അംഗങ്ങളായ എസ് ശബരി, ബി മണികണ്ഠൻ, സതീഷ്, മുൻ മെമ്പർ KG പ്രദീപ് കുമാർ, ഉന്നതി നിവാസികൾ, മറ്റു രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.